ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയി നമ്മുടെ ജോമാന്റെ കൂടെ റിജബ്രയുടെ കൂടെ കണ്ടൽക്കാടിന്റെ മേളിൽ നിന്ന് വ്ലോഗ്. ഇത് കണ്ടോ താഴെ ജോമനെ കണ്ടോ? ഇത് അങ്ങ് മോളിൽ നിൽക്കുന്നുണ്ടോ? ജോമൻ അറ്റത്ത് പോകണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിപ്പോൾ പത്തനംതിട്ട ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴത്തെ ഈ ഭാഗത്തോടെ എവിടെയാണെന്നറിയത്തില്ല, കുറച്ച് വെള്ളം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയാൽ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പൊണ്ടാട്ടിയുണ്ട്. ഹലോ. എവിടാ പോകുന്നത് അറിയാം? അവിടെ എന്തിനാ പോകുന്നത് അറിയാമോ? ജോമോനെയും ചിക്കുനെയും പിന്നെ റിജോയെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടാൽ മതിയോ? എന്താ പരിപാടി എന്നറിയാമോ? ശരിക്കും ഞങ്ങൾക്ക് എനിക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ട് എന്താണെന്ന്. ശരിക്കും ജോമോൻ്റെ പ്ലാനായത് മൊത്തം. ഇപ്പോൾ എറണാകുളം എത്തിയാലേ സംഭവം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അറിയത്തുള്ളൂ. ഇപ്പോൾ ജോമനാണെങ്കിൽ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഏതോ കണ്ടൽക്കാട് എന്തോ ആണ് അയച്ചു തന്നിരിക്കുന്നത്. കണ്ടൽക്കാട് എന്തോ എന്നല്ല, മരലിലുള്ള ഏതൊരു കണ്ടൽക്കാടാണ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ ആലപ്പുഴ കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിംഗ് സംഭവമാണെന്ന് തോന്നുന്നല്ലേ? ഒരു ബോട്ടിങ്ങിന്റെ സംഭവം അങ്ങനത്തെ എന്തോ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കും. ഇപ്പോഴാണ് ലൊക്കേഷൻ കിട്ടിയേ. അപ്പോൾ ആലപ്പുഴ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം ജോമൻ അയച്ചു തന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. മരട്. ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൊക്കേഷൻ സ്ഥലം എത്തും. അപ്പോൾ ജോമോൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴി റിജോയും ചിക്കുവിനെയും കണ്ട്. അവർ കഴിക്കാൻ പോയി. രാവിലെ ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെത്തുമ്പം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓടല്ലേ പ്രൊപ്പറേറ്റർ. ഈ ഇന്നത്തെ പരിപാടിയുടെ ശരിക്കുള്ള പ്രൊപ്പറേറ്റർ നമ്മുടെ ജോമാനാണ്. ജോമാനെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ എത്ര നാളത്തെ പരിചയം കാണും? ഒരു വർഷത്തെ പരിചയം കാണും. ഈ ഒരു വർഷത്തെ പരിചയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത, എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് അറിയാത്ത രണ്ടുപേരുണ്ട്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ഇവരും ജോമോനും ഞാനും കൊണ്ടാട്ടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതോ ആ പോകുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ റിജർവ് ആദ്യമേ ചാടി കയറി ആക്രാന്തം. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. നീ ഇതിന് കയറിയിട്ടുണ്ടോ ഇതിനുമ്പോൾ? ഇങ്ങനത്തെ നമ്മൾ ആലപ്പുഴ പോയപ്പോഴല്ലേ? പക്ഷെ അത് ഇത്രയും കുറച്ചും കൂടെ അതിന് വലുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വെള്ളവും ഒരു മഴയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോട്ടിങ് കൂടെ എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇതാരല്ലോ, നമുക്കിതിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നീ വെറും തടിയല്ലല്ലോ, പൊങ്ങൻ തടിയല്ലേ, പൊങ്ങിക്കിടന്നോളൂ. വീണ സാരമല്ലോ, പൊങ്ങിക്കിടക്കുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഞാൻ മരടെന്ന് പറഞ്ഞെങ്കിൽ ഇത് വളന്ത്കാട് ഐലൻഡ്, അങ്ങനെ സ്ഥലത്തിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും ബോട്ടിലായിരുന്നില്ലേ ജോമനെ? ബോട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകാം. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, ആളെ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞ പേര്? വളന്ത്കാട് ഐലൻഡ്. ഇല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയൊരു ചാറ്റമഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോമൻ അനങ്ങല്ല് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, എല്ലാവരും ഉണ്ട് ബാക്കിൽ. നമ്മുടെ ചേട്ടന്മാരും കൊണ്ടാട്ടി, റിജോ ബ്രോ, ചിക്കു. അപ്പോൾ ഇത്രയും പേരും ഉണ്ട്. അപ്പോൾ നമുക്കിനി യാത്ര കാണാം. സൂപ്പർ വ്യൂ അല്ലേ? ഫ്രണ്ടിൽ കൂടെ ചലന്തിയൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ബോട്ടിൽ വന്നിട്ട് ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തറ കാണാൻ പറ്റും.
പിന്നെ ഒരു തൊഴിലുണ്ട്. ആദ്യം എനിക്കിവിടെ വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം അത്രയ്ക്കും പേടിയില്ല. അതെ, ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ ആഴമില്ല, ഒരാൾ പൊക്കത്തിലെ ആഴമുള്ളൂ. പക്ഷേ ഈ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കിന് ഇവിടെ കുറച്ച് ആഴമുള്ളൂ, അതായത് ഇവിടെ നിന്ന് തറ കാണാമെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒട്ടും പേടിയില്ല. ശരിക്കും ഇവർ പറഞ്ഞ നേരത്തെ ഇവിടെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ 10 കൊല്ലം കൃഷി ചെയ്യാതെ വന്നിട്ടില്ലേ ഈ വരമ്പത്ത് ഇങ്ങനെ കാട് പിടിച്ച് അങ്ങനെ കിടക്കുന്നതാണ്. അതാണ് ശരിക്കും ഈ സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ആ ഫ്രണ്ട് ആ ഭാഗത്തോട്ട് ഇനി പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ മരമൊക്കെ കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതാണ് ശരിക്കും ഇവിടെ നിന്ന് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ആകാശം ഇതുണ്ടോ, ഇതുണ്ടോ ജോമനെ? അത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ശരിക്കും ഇവര് ഈ ബോട്ടിൽ ഉണ്ടോ ആ കണ്ടൽക്കാടിന്റെ അടുത്ത് വരെ, ശരിക്കും എറണാകുളത്ത് ഇത്ര നാളുണ്ടായിട്ട് ഇങ്ങനൊരു സ്ഥലത്തെ പേര് ഞാൻ കേട്ടിട്ടില്ല. വളന്തുകാട് അങ്ങനെ സ്ഥലത്തിന്റെ പേര്. നമ്മളിപ്പോ കേറാമോളേക്ക് കണ്ടൽക്കാടിന്റെ ഉള്ളിലോട്ടാണ്. ധൈര്യം വിട്ടാ ജോമനെ നേരെ വന്ന് അടിക്കും കേട്ടോ. ഇടിച്ച് നിന്ന് കണ്ടേ. ഇനിയിപ്പോ നമുക്ക് കേറാമോളത് പ്രോപ്പറല്ല. ഫ്രണ്ട്സ്, നമുക്കിപ്പം ഇവിടെ കണ്ടൽക്കാടിന്റെ മേളിൽ കയറാനായിട്ട് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കയറി നോക്കാം. പക്ഷെ വരെ ജോമന്തേ ജോമാന്റെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ പൊട്ടി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണല്ലേ? തേ കിടക്ക് കയറിക്കോ ഉണ്ണിയേട്ടൻ ലാസ്റ്റ് കയറിക്കോ. ഇന്ന് കയറാൻ പോണത് ജോമൻ കയറി, ജോമൻ ഫ്രണ്ട് കയറുന്നു, നേരത്തെ സ്റ്റാല് കയറുന്നു, അടുത്തത് ഞാൻ കയറും. ചിക്കു വന്നിട്ടോന്ന് ഇതിന് ചിക്കുന്നൊരു മടി, ഒരു പേടി. ഞാൻ വിചാരിക്കുന്നുണ്ടല്ലേട്ടാ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നു. അപ്പൊ ഞാൻ മച്ചവരെ ഞാൻ അല്ല കുഴപ്പമില്ല മച്ചവരെ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. റിജോബ്ര പുറകെ വരുന്നുണ്ട്. എന്നാ M15 ഞാൻ ഒന്ന് പിടിച്ചേക്കോ. റെക്കോർഡല്ലേ അത്? അപ്പം ഞാൻ ബാക്കി കൂടെ പുറകെ കയറി പോവാൻ അടിപൊളിയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന്റെ മണ്ടക്കൊക്കെ കയറി നിൽക്കുന്നത് അതൊരാദ്യത്തെ സ്ഥലത്ത് കിടന്നു കേട്ടോ. ഫ്രണ്ട്സ്, അവിടെ ദീപ ഒരാൾ വിളിക്കുന്നുണ്ട്. ദീപ നീ കയറണ്ട കേട്ടോ, എനിക്ക് വയ്യ താഴെ നടക്കാൻ. ഏതാ ഇതിന്റെ അങ്ങോട്ട് പോകരുത്, ഇതിൽ ചവിട്ടിട്ട് ചവിട്ടിട്ടാണ് അങ്ങോട്ട് പോകാൻ. ഇവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ സംഭവത്തിന് നല്ല കട്ടിയാണെന്നാണ് എനിക്കറിയില്ല. നമ്മുടെ പ്രോ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ചവിട്ടി നമുക്ക് ഫ്രണ്ടിലോട്ടും കൂടെ പോകാം. നമ്മുടെ ജോമോ നിൽക്കുന്നത് വരെപ്പാം. പിടിച്ചോ, സെന്റ് ചെയ്ത് കാണാം, സെന്റ് ചെയ്ത് തരാം. ഫ്രണ്ട്സ്, അവിടെ അണ്ണാങ്കുഞ്ഞിനെ മരങ്കയറ്റം പഠിപ്പിക്കുകയാണ്. റിജോബ്രാണ് ഞങ്ങളുടെ അണ്ണാങ്കുഞ്ഞ്. പാൻറ് പോയാലും സാരം നിങ്ങൾ കയറി വാ. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് കണ്ടൽക്കാടിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. റിജോബ്രത അവിടെ തകർപ്പൻ കയറലാണ്. ജോമനൊക്കെ പ്രൊഫഷണൽ മരം കയറ്റം വന്നു വന്ന് കയ്യിൽ ക്യാമറ പിടിച്ചാണ്ട് കയറുന്നത്. ഞാനിത് കടിച്ചു പിടിച്ചാണ്ട് കയറിയ വിഷ്വലാണ് നിങ്ങൾ കണ്ട കേട്ടോ. എനിക്കൊന്ന് 6 വ്ളോഗിൽ കാണാം ഞാനിത് കടിച്ചു പിടിച്ചോണ്ട് വരുന്നത്. അങ്ങോട്ട് പോണോ വേണ്ട? അതെ, അയ്യോ അത് പന്ന തടിയാ, ഉണക്കത്തടി. ഫ്രണ്ട്സ്, ജോമോൻ
ഫ്ലോയിങ്ങിൽ ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയി ഇന്ന് നമ്മുടെ ജോമാന്റെ കൂടെ റിജബ്രയുടെ കൂടെ കണ്ടൽക്കാടിന്റെ മേളിൽ നിന്ന് വ്ലോഗ്. ഇത് കണ്ടോ താഴെ ജോമനെ കണ്ടോ? ഇത് അങ്ങ് മോളിൽ നിൽക്കുന്നുണ്ടോ? ജോമൻ അറ്റത്ത് പോകണ്ട കേട്ടോ. കയ്യിൽ ഗോപ്രോ ഉണ്ടെങ്കിൽ ജോമൻ എങ്ങോട്ടും ചാടി കയറും. ഞാനാണെങ്കിലോ നമ്മുടെ M50 ഒക്കെ ആയിട്ടാണ് കയറി വന്നിരിക്കുന്നത്. M50 കൊണ്ട് വ്ലോഗ് എടുക്കാൻ കണ്ടൽക്കാടിന്റെ മേളി. അത് നിക്കറിട്ടുണ്ട്. ഇത് ജീൻസ് ഇട്ടുണ്ടോ? കണ്ടോ? സ്ട്രെച്ച് അല്ല, ടൈറ്റാ. ആ അവസ്ഥ എന്റെ ജോമോൻ അറ്റത്ത് നിന്ന് ആകാശം നോക്കുന്നുണ്ട്. മതി മതി ബാ. ഞാൻ ഇനി ഇറങ്ങട്ടെ. വരുന്ന വഴി ചിക്കുണ്ട്, ചിക്കുനെയും കൂടെ കാണാവേ. ഹലോ, എങ്ങോട്ടാ എങ്ങോട്ടാ? ഹലോ ഇറങ്ങുമ്പോ ദീപ ഇത് കണ്ടിട്ട് നീ അവിടെ നിന്ന് കയറി വരണ്ട കേട്ടോ. എന്ത് പറഞ്ഞു? പ്രചോദനമായി പെൺകുട്ടികൾക്ക്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ചാന്ന്. കുറെ കയറി വരുന്നുണ്ട്. അതല്ലേ ഹച്ചിലെ പട്ടിയെ പോലെ ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചാന്നൊക്കെ. അത് നിങ്ങളെ കണ്ടാലും പറയാം. ഹച്ചിലെ പട്ടിയുടെ ചെറിയൊരു ചിക്കു ആഴ നിൽക്കുവോ? ചാടിച്ചല്ലേ കത്തിച്ച് പിടിച്ചൊക്കെയാ നിക്കുന്നത്. ഉറുമ്പ് കടിച്ചാൽ പോലും വാ തുറക്കൂല. എല്ലാരും മരത്തെ കയറി. ദീപ മാത്രം മരത്തെ കയറാ താഴെ നിപ്പുണ്ട്. ദീപ ഒഴിച്ച് ദീപ ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. ഇതിൽ ഹൈസ്കോർ നേടിയത് നമ്മുടെ ഇത് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് തെറിയാക്കാൻ വയ്യ. അതുകൊണ്ടാ. ഇപ്പൊ ജോമാനാണ് ഇതിൽ ഹൈസ്കോർ. പിന്നെ റിജബ്രോടെയാണ് ഇപ്പൊ നിങ്ങളെ സാഹസിക ക്ലിപ്പ് ഉണ്ട്. പിന്നെ ചിക്കുവിന് മറ്റേ മാൻ ഓഫ് ദ മാച്ച്. ഇപ്പൊ ശരിക്കും ഞങ്ങള് കുറച്ച് ആഴമുള്ള സ്ഥലത്തെത്തി. അപ്പം നമ്മുടെ ഇത് ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇത് വേമ്പനാട് കായലിന്റെ സ്റ്റാർട്ടിങ് അല്ലേ ജോമൻ ബ്രോ? വേമ്പനാട് കായലിന്റെ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പം നല്ല കാറ്റുമുണ്ട്, പിന്നെ ഇവിടെ നല്ല ആഴമുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏതാ എന്നോടല്ലേ? ആ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. റിജബ്രോ പേടിപ്പിക്കാനായിട്ട് ഇവിടെ ആഴമുണ്ട്, ബോട്ട് ചില സ്പീഡും കൂടുന്നുണ്ട്. ശരിക്കും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ നല്ല ആഴമുണ്ട്, എന്നാലും ഈ കമ്പി പിടിച്ചിരിപ്പുണ്ട്. പിന്നെ ഇത്രയും പേരുള്ള ധൈര്യത്തിലാണ് ഇവിടെ ഞാൻ കുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ച തരാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരുത്തി പേടിച്ച് നിൽപ്പുണ്ട്. കണ്ടോ എവിടെ നിൽക്കുന്നതെന്നറിയോ? കണ്ടോ ബോട്ടിൻ്റെ അറ്റത്ത്. ഇല്ല വീഴത്തില്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശരിക്കും ബോട്ടിൽ കയറിയിട്ട് ഇങ്ങനൊരു നിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നിനക്ക് എങ്ങനെ ഉണ്ട്? എനിക്ക് എൻജോയ് ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്. എൻജോയ് ചെയ്യുന്ന ആ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ജോമനൊക്കെ അടുത്ത വരട്ടെ. അപ്പം കുറച്ചു നേരം നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം, എന്നിട്ട് നമുക്ക് അകത്ത് പോയി സീറ്റ് ഇരിക്കാം അല്ലേടി? എന്താ ഇതേ പിടിച്ചോടി. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കുറച്ച് ടൈം, എത്ര ടൈം നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് അവിടെ ആയിട്ട് ഞങ്ങളെ വണ്ടി കിടപ്പുണ്ട്. ഞങ്ങൾ വണ്ടി കൊണ്ടിട്ട് അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം അതാ ചോദിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിജോയും ചിക്കും കൂടെ റോബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കറങ്ങാൻ തുഴയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു കറക്കം കാണാം. ഇവിടെ ഇതിനകത്ത് കിടന്നൊരു കറക്കം കാണാൻ. റെഡിയാണടി? അപ്പൊ നമുക്ക് വെള്ളത്തിൽ വെച്ച് കാണാം കേട്ടോ. ബോട്ട് വരട്ടെ ഞങ്ങളെ. ഇല്ല, നമ്മൾ ഈ നിൽക്കുന്നിടത്ത് വലിയ താഴ്ചയില്ല, പക്ഷെ എന്നാൽ നമ്മൾ ബോട്ടിൽ കയറി കറക്കും. നോക്കും. ഞങ്ങൾ ഇങ്ങോട്ടല്ലേ ആഴം? ഏതാ? ഇല്ല, ഞങ്ങള് കറക്റ്റാ. ഞങ്ങളത് അങ്ങോട്ടാന്നാ പറഞ്ഞേ. അവിടെ പുറകോട്ട് വന്നു, ജട്ടി പുറകോട്ട് വന്നു. ഇവിടെ വന്ന് നോക്കിയാ മതി. ഇല്ല, ഇത് അങ്ങോട്ട് നോക്കിയേ. ശരിയാ.
ഇപ്പൊ എന്നെ കാണാൻ നോക്കിയേ. അവിടെ ഇങ്ങോട്ട് വന്ന് ഇടിക്കല്ലേ. കൂട്ടിയിരിക്കൂ. പറയ ഇടിക്കല്ലേ റിജ ബ്രോ. ഇല്ല സാറില്ല, ഇങ്ങോട്ടാക്കാം. സംഭവം കൊള്ളാം കേട്ടോ. ഇല്ല സംഭവം നല്ല ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാലേ സംഭവം നല്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ദേ നിങ്ങൾ ആ സീനൊക്കെ ഉണ്ടോ അവിടെ ദേ ഒരുത്തി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോബോട്ടില്. എങ്ങനെയുണ്ട്? സാരല്ല, നീ ഫസ്റ്റ് ഇതല്ല, നീ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ തുഴയാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ശരിക്കും നമ്മുടെ ജോമൻ ബ്രോ പറഞ്ഞിട്ട് ദേ മധുചേട്ടൻ്റെ കോർഡിനേഷനിലാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ട കാഴ്ചകൾ ഫുള്ള് നടന്നത്. അപ്പോൾ നമ്മുടെ മധുചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ശരിക്കും ഞാൻ എറണാകുളത്തായിരുന്നെങ്കിലും എനിക്ക് എറണാകുളത്ത് ഈ സ്ഥലം ശരിക്കും അറിയത്തില്ല. അപ്പോൾ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമുക്ക് ചോദിക്കാം. ലാസ്റ്റ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിത് ഫേസ്ബുക്ക് പേജ് വെബ്സൈറ്റിലൂടെയും നമ്മൾ ആൾക്കാർക്ക് ആണല്ലേ. ഓക്കെ. ഇത് പിന്നെ ഇങ്ങനെ സീസൺ അങ്ങനെ വല്ലതും ഉണ്ടോ? സീസൺ ഒന്നുമില്ല, ഇല്ല. ഒറ്റ ഓപ്ഷനാണ് 1 മണിക്കൂർ ട്രാവൽ. 1 മണിക്കൂർ ട്രാവൽ. എത്ര ആൾക്കാർ? നമ്മൾ എനിക്ക് 10 ആണെന്ന് തോന്നുന്നു. 10 പേര് ഇതിൽ മാക്സിമം 8 കിലോമീറ്റർ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാട് തന്നെയാണല്ലേ. ഓക്കെ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഒരു കണ്ടൽക്കാട്, ഞങ്ങൾ അവിടെ കയറിയതൊക്കെ അതാണ് ശരിക്കും നമ്മൾ ഈ ബോട്ടിങ്ങിലെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. പ്ലാനുകൾ എന്തായാലും അത് ഇനി വരുന്ന സമയത്ത് ഏറുമാടം പോലെ വെക്കുന്നില്ലേ. അതിനുശേഷം നമ്മൾ കണ്ടൽക്കാടിൻ്റെ മേളിലൊരു ഏറുമാടം സെറ്റ് ചെയ്യാനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരിടത്തല്ല 3-4 സ്ഥലത്തായിട്ട് അങ്ങനെ ഏറുമാടം വെക്കാനും പിന്നെ നമ്മളൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏത് നമ്മൾ ആദ്യം കയറി ഓക്കെ അതും കൂടെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇതാണ് ഫ്യൂച്ചറിലെ പ്ലാൻ. ഓക്കെ. ശരിക്കും ഇവിടെ വന്നതിൽ ഏറ്റവും നല്ല കിടു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇല്ലേടി ആ റോബോട്ട്. ഇവളും അത് തുടക്കം ഒരു ഇതുണ്ടെങ്കിലും നല്ലപോലെ അത് അങ്ങനെ ഓടിച്ചതിൻ്റെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം അതിൽ പോകുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പുറത്ത് യാത്ര ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നു. അത് തന്നെ. അതെനിക്ക് തോന്നുന്നു ഇവൾ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് പകുതി വരെ ഓടിച്ച് കഴിഞ്ഞത് അവിടെ ചെന്ന് പകുതി വരെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവളുടെ കൊടുത്ത് ഇനിയും ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ശരിക്കും ചാലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വള്ളത്തെ കയറണം, 4 പാടും വെള്ളം, നടുക്ക് നമ്മൾ വെള്ളത്തിന് നടുക്ക് നിൽക്കണം എന്ന് പറയാറുണ്ട്. അതെനിക്കിന്ന് സാധിച്ചു. പക്ഷേ പിന്നെ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ടും ശരിക്കും ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിട്ട് ഈ സ്ഥലം അധികം ആൾക്കും അറിയത്തില്ല. ഞാൻ ശരിക്കും ട്രാവൽ വ്ളോഗല്ല ചെയ്യുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്കൊരു ഒന്ന് റെക്കമെൻഡ് ചെയ്യാണ്. ഈ ഒരു സ്ഥലം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യണം, കാരണം അതുപോലെ നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എന്തായാലും ഞാൻ കൊടുത്തേക്കാം നമ്മുടെ മധുചേട്ടൻ്റെ. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ അടിപൊളി കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളോട് നമ്മുടെ ജോമൻ ബ്രോയും റിജോ ബ്രോയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറേ